ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോയിൽ USDT ഉള്ളവർക്ക് USDT കൂടിയ വിലക്ക് വിറ്റ് അത് INR ആക്കിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി പുതിയ USDT സെല്ലിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് Bedane എന്നാണ്. അതുപോലെ Angelx, ആൻറ്റി ട്രേഡിംഗ് തുടങ്ങിയ ഒരുപാട് USDT P2P ആപ്ലിക്കേഷനുകളും USDT സെല്ലിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ നിലവിലുണ്ട്. അത്തരം ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് മുമ്പ് പല ആൾക്കാരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുതിയ USDT സെല്ലിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇതുവരെ ആരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ആയിട്ടില്ല. എന്തായാലും ഇത് നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതിൽ ഒരു USDTയുടെ കൂടിയ വില 95 രൂപയാണ്. ശനിയും ഞായറാഴ്ചയാണ് 95 രൂപയ്ക്ക് നമുക്ക് USDT വിൽക്കാൻ സാധിക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ നമുക്ക് 93 രൂപയ്ക്ക് USDT വിൽക്കാം. ഇങ്ങനെ കൂടിയ വിലക്ക് USDT വിറ്റിട്ട് അത് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് കിട്ടുന്നതാണ്. ഇവിടെ ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും, എങ്ങനെയാണ് ഇവിടെ USDT കൂടിയ വിലക്ക് വിറ്റിട്ട് അത് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് തരുന്നത് എന്നുള്ളത്. ഇത് ഇവർ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും ഫോറക്സ് ട്രേഡിങ്ങിന് മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മുടെ USDT ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് ബിസിനസ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ പ്രോഫിറ്റാണ് നമുക്ക് USDT കൂടിയ വിലക്ക് വിറ്റിട്ട് അത് INR ആക്കിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ വിഡ്രോ ചെയ്ത് തരുന്നത്. അപ്പോൾ Bedane എന്ന ഈ ഒരു USDT സെല്ലിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് USDT കൂടിയ വിലക്ക് വിറ്റ് INR ആക്കിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ വിഡ്രോ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ Bedane എന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മുടെ കയ്യിലുള്ള USDT ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കണക്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു Bedane എന്ന ആപ്ലിക്കേഷന് ഉപയോഗിക്കേണ്ടത്. അപ്പം എങ്ങനെ ഈ Bedane എന്ന പുതിയ USDT സെല്ലിംഗ് ആപ്ലിക്കേഷന് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാമെന്നുള്ളത് ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതേപോലെ പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ Bedane ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഒരു പേജ് ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ ഇമെയിൽ എന്ന ഭാഗത്ത് നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് സൈഡിൽ സെൻഡ് എന്നൊരു ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മളിതിൽ കൊടുത്ത ആ ഒരു ഇമെയിൽ ID ഒരു മെയിൽ വരും. അത് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ആ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. അന്നേരം നമുക്ക് അതിൽ ഒരു വെരിഫിക്കേഷൻ കോഡ് കാണാൻ സാധിക്കും. ആ ഒരു കോഡ് നമ്മൾ ഇതേപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് അതിവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിൻ്റെ അടിയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മളൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നോർമലായിട്ടുള്ളൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്താലും മതി. ശേഷം ഇതിൽ താഴെ കാണുന്ന സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സക്സസ് എന്നൊരു നോട്ടിഫിക്കേഷൻ വരികയും ഇതിൽ നമ്മുടെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ആവുന്നതുമാണ്. ഇനി ഇവിടെ ലോഗിൻ എന്ന പേജിൽ വന്നിട്ട് ഇമെയിൽ എന്ന ഭാഗത്ത് നമ്മൾ ഇതിൽ കൊടുത്ത ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിയിൽ പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ യൂസർ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ഒരു പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ ഒരു പേര് യൂസർ നെയിമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. ശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു Bedane ആപ്ലിക്കേഷൻ ഇവിടെ ലോഗിൻ ആയിട്ട് ഓപ്പൺ ആയി വരുന്നതാണ്. അന്നേരം ഇതിൽ റിവാർഡ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പോപ്പ് മെസ്സേജ് വരും. അതിൽ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർഫേസിലായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എന്ന പേജിൽ 2 മെസ്സേജ് കാണാൻ സാധിക്കും. ഇതിൽ ആദ്യമായിട്ട് USDT ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഒരു USDT റിവാർഡ് കിട്ടുമെന്നും അതുപോലെ കൂടുതൽ USDT ഇതിൽ സെൽ ചെയ്തിട്ട് INR ആക്കി വിഡ്രോ ആക്കുന്ന ആൾക്കാർക്ക് പുതിയ ഓഫർ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ 1-2 മെസ്സേജ് ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ Bedane ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് ആണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് ഇത് ഉപയോഗിക്കാം. പിന്നെ ഈ Bedane ആപ്ലിക്കേഷനിൽ ഓരോ പേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ, അതായത് പ്രൊഫൈൽ പേജോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് ആ പേജൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് UI ഡിസൈനാണ്. അടുത്തത് ഇതിൽ USDT ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഹോം പേജിൽ ഡെപ്പോസിറ്റ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക.
അന്നേരം വരുന്ന ഡെപ്പോസിറ്റ് പേജിൽ ഇവിടെ സെലക്ട് നെറ്റ്വർക്ക് എന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം USDT TRC20 എന്ന നെറ്റ്വർക്ക് വരും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ USDT TRC20 നെറ്റ്വർക്കിലുള്ള അതിൻ്റെ QR കോഡും USDT അഡ്രസ്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ USDT ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ USDT അഡ്രസ്സിൻ്റെ സൈഡിൽ കാണുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ USDT അഡ്രസ്സ് കോപ്പി ചെയ്യുക. ശേഷം ബാക്ക് വന്നിട്ട് ഏതെങ്കിലും ക്രിപ്റ്റോ വാലറ്റോ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ ബിനാൻസ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തു. അതിൽ താഴെ കാണുന്ന വാലറ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ വിഡ്രോ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പോപ്പിൽ താഴെ വിഡ്രോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ സെർച്ച് ബാറിൽ USDT എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് USDTയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ താഴ്ന്ന പോപ്പായിട്ട് സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ അഡ്രസ്സ് എന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു USDT അഡ്രസ്സ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് നെറ്റ്വർക്ക് നമ്മളിവിടെ ട്രോൺ TRC20 നെറ്റ്വർക്ക് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വിഡ്രോൾ എമൗണ്ട് എന്ന ഭാഗത്ത് നമ്മൾ എത്ര USDT ആണ് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 514 സംതിങ് USDT ആണ് ഇവിടെ അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇത് TRC20 നെറ്റ്വർക്കിലായതുകൊണ്ട് ഒരു USDT ഫീ പോകും. അതുകൊണ്ട് 513 സംതിങ് USDT ആയിരിക്കും ഡെപ്പോസിറ്റ് ആവുക. ശേഷം താഴെ കാണുന്ന വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം അത് കൺഫേം ചെയ്യാനുള്ള പേജ് വരും. അതിൽ താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇമെയിലിലേക്കോ ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ആപ്പിലേക്കോ OTP വെരിഫിക്കേഷൻ കോഡ് വരും. അത് ഓപ്പൺ ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ അത് ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ട് ഇവിടെ വിഡ്രോൽ പ്രോസസ്സിംഗിലേക്ക് കിടക്കും. അല്പം കഴിഞ്ഞ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന USDT വിഡ്രോൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ തന്നെ അത് ഡെപ്പോസിറ്റ് ആയതിൻ്റെ മെയിൽ വരികയും ചെയ്യും. ഇനി ബിഡൈൻ എന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് 513 പോയിന്റ് സംതിങ് USDT ആണ്. പക്ഷെങ്കിൽ എനിക്കിവിടെ പുതിയ യൂസർ ആയതുകൊണ്ട് ഒരു USDT റിവാർഡായിട്ട് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 514 സംതിങ് USDT ടോട്ടലിൽ ഡെപ്പോസിറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ USDT ഡെപ്പോസിറ്റ് ചെയ്യുന്ന പുതിയ ഉപഭോക്താക്കൾക്കെല്ലാവർക്കും ഒരു USDT റിവാർഡായിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്തത് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് USDT സെല്ല് ചെയ്തിട്ട് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് ഇതിൽ താഴെ സെൻട്രലായിട്ട് ഒരു ഡോളർ ഒരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം വരുന്ന പേജിൽ സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ താഴ്ന്നു വരുന്ന പോപ്പിൽ മാനേജ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ താഴെ ക്രിയേറ്റ് എന്ന ബട്ടൺ കാണും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ നിന്ന് പോപ്പായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാനുള്ള സെക്ഷനാണ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ ഇതിൽ UPI വാലറ്റിൽ നമ്മുടെ UPI ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയർടെൽ, ഫോൺപേ, പേടിഎം, മൊബിക്വിക്ക് തുടങ്ങിയ UPI വാലറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറം റീറ്റെയിൽ ഓർ പേഴ്സണൽ, കോർപ്പറേറ്റ് എന്നിങ്ങനെ 2 സെക്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ബാങ്കുകൾ, നെറ്റ് ബാങ്കിങ് ഒക്കെ നമുക്കിവിടെ കണക്ട് ചെയ്യാം. നമുക്കിവിടെ ഏറ്റവും എളുപ്പം നല്ലത് UPI വാലറ്റ് കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ UPI വാലറ്റ് എന്ന സെക്ഷനിൽ വന്നിട്ട് മൊബിക്വിക്കാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ ഏതും സെലക്ട് ചെയ്യാം. ഞാനിവിടെ മൊബിക്വിക്ക് സെലക്ട് ചെയ്തപ്പോൾ ഇതുപോലെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിൽ ബാങ്ക് മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ മൊബിക്വിക്ക് അതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം അതിൻ്റെ ഇടയിൽ ട്രാൻസാക്ഷൻ കോൺഫിഗറേഷൻ, ഡെയിലി ബാങ്ക് അക്കൗണ്ട് ലിമിറ്റ്, ഡെയിലി ട്രാൻസാക്ഷൻ കൗണ്ട്, സിംഗിൾ ട്രാൻസാക്ഷൻ ലിമിറ്റ് അതൊക്കെ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അതൊന്നും നമ്മളൊന്നും ചെയ്യേണ്ട. ശേഷം ഇവിടെ താഴെ കാണുന്ന ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ നിന്നൊരു പോപ്പ് വീണ്ടും വരും. അതിൽ വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. അത് നമ്മളിവിടെ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് അതിൽ താഴെ കാണുന്ന വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബിക്വിക്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആവും. അതിൽ സൈഡിൽ കാണുന്ന ടിക്ക് കൊടുത്തിട്ട് താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്റ്റ് ആവുന്നതാണ്. ആ ഒരു സമയം തൊട്ട് നമ്മൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത USDT കുറച്ചായിട്ട് ബിസിനസ് ട്രേഡിംഗ് ഒക്കെ നടത്തിയിട്ട് അതിൻ്റെ പ്രോഫിറ്റ് USDT സെല്ല് ചെയ്തിട്ട് അത് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇതിലെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വിഡ്രോ ചെയ്ത് തരുന്നതാണ്. അന്നേരം ഫയൽഡ് സക്സസ്ഫുൾ എന്നൊക്കെ കാണാം. അതൊന്നും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ വലിയ എമൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് 10,000 രൂപയുടെ താഴെയായിട്ട് 3,000, 2,000, 1,000 അങ്ങനെ ചെറിയ എമൗണ്ട് ആയിട്ട് നമുക്കത് മൊത്തം INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. ഇവിടെ USDT വിൽക്കുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കാണുന്ന സ്റ്റോപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും സ്റ്റാർട്ട് ആയിക്കോളും. ഇത് കണ്ടു 64 സംതിങ് USDT 93 രൂപ കൂടിയ വിലക്ക് വിറ്റിട്ട് അതിൻ്റെ INR 6,000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആയിട്ട് വന്നിട്ടുള്ള പ്രൂഫാണ് നിങ്ങളിപ്പോൾ കാണേണ്ടത്. ഇത് വിഡ്രോയിൽ കുറച്ച് ടൈം എടുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ വിഡ്രോയിൽ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റീപ്ലൈ തരാം. അതുപോലെ ഇതിൽ താഴെ ഓർഡർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പ്രോസസ്സിംഗ്, കംപ്ലീറ്റ്, ക്ലോസ്, ഓൾ എല്ലാം തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ താഴെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന പേജിൽ
ഇതിൽ നമ്മൾ ടോട്ടൽ എത്ര USDT ഡെപ്പോസിറ്റ് ചെയ്തു, എത്ര വിഡ്രോ ചെയ്തു, എത്ര സെല്ല് ചെയ്തു, എത്ര പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഇൻവൈറ്റ് ക്ലയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ റെഫറൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ അതിൻ്റെ ഇപ്പം താഴെ പ്രൊഫൈൽ എന്ന ടാബ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അങ്ങനെ ഞാനിത് ചെയ്തിട്ട് കുറച്ച് സമയമായി. ഇനി ഹോം പേജിൽ വന്നിട്ട് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇതിൽ ട്രാൻസാക്ഷൻസിൽ 28 സംതിങ് USDT സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ സെയിലായിട്ട് വന്നിട്ടുള്ളത് കാണുന്നുണ്ട്. അത് ഞാനിവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഓർഡർ ഡീറ്റെയിൽസ് കാണുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. 28 സംതിങ് USDT സെയിൽ, അതായത് വിറ്റിട്ട് അതിൻ്റെ INR 2800 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ആയിട്ട് വന്നിട്ടുണ്ട്. അതും ഒരു USDT 95 രൂപ കൂടിയ വിലക്കാണ്, നല്ല വിലക്കാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ ഇതേപോലെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള USDT കൂടിയ വിലക്ക് വിറ്റിട്ട് അതിൻ്റെ INR നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ബിഡൈൻ ആപ്ലിക്കേഷനിലുള്ള USDT വേറെ ക്രിപ്റ്റോ വാലറ്റിലേക്കോ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്കോ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെ എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനെ ഞാൻ ഉപയോഗിക്കുന്ന ബിനാൻസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അതിൽ താഴെ കാണുന്ന വാലറ്റ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം വരുന്ന പേജിൽ മുകളിൽ ഡെപ്പോസിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ സെർച്ച് ബാറിൽ USDT എന്ന് സെർച്ച് ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ചൂസ് നെറ്റ്വർക്ക് ട്രോൺ TRC20 നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ USDT ഡെപ്പോസിറ്റ് അഡ്രസ് നമുക്ക് ഇവിടെ കിട്ടും. അത് സൈഡിൽ കാണുന്ന കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. ശേഷം ബിഡൈൻ ആപ്ലിക്കേഷനിൽ വന്നിട്ട് ഹോം പേജിൽ വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന വിഡ്രോ പേജിൽ നമ്മൾ കോപ്പി ചെയ്ത USDT അഡ്രസ്സ് ഇവിടെ അഡ്രസ്സ് എന്ന ഭാഗത്ത് ഇൻപുട്ട് അഡ്രസ്സ് എന്നിവിടെ ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനിടയിൽ എമൗണ്ട് എന്ന ഭാഗത്ത് നമ്മൾ എത്ര USDT ആണ് വിഡ്രോ ചെയ്യുന്നത് ആ USDT എമൗണ്ട് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിലിവിടെ വിഡ്രോവൽ ഫീ 0 ആണ്, ഫീ പിടിക്കുന്നില്ല. അതിനിടയിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് സൈഡിൽ സെൻഡ് എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കൊടുത്ത ഇമെയിലിലേക്ക് ഒരു മെയിൽ വരും. അത് ഓപ്പൺ ചെയ്താൽ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുള്ള കാണാം. ആ വെരിഫിക്കേഷൻ കോഡ് ലോങ് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ബിഡൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് നമ്മൾ കോപ്പി ചെയ്ത ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇവിടെ വിഡ്രോൾ സക്സസ് ആയി വരും. പിന്നെ നമ്മൾ ഹോം പേജ് റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാൻ കൊടുത്ത ആ USDT താഴെ ട്രാൻസാക്ഷൻസ് എന്നവിടെ വിഡ്രോയിൽ പ്രോസസ്സിംഗ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ഈ USDT വിഡ്രോളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ വിഡ്രോൾ സക്സസ് ആയി വെരിഫൈ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ എൻ്റെ വിഡ്രോ ചെയ്ത ബിനാൻസ് എക്സ്ചേഞ്ചിലേക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ അതിൻ്റെ വിഡ്രോൾ ഹിസ്റ്ററി നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതിവിടെ വിഡ്രോൾ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 514 USDT ആണ് ഞാൻ വിഡ്രോ ചെയ്ത്, അതിവിടെ വന്നിട്ടുണ്ട്. ഇനി ബിഡൈൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഹോം പേജിൽ റാങ്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വന്നാൽ ഇവിടെ ട്രേഡ് റാങ്കിംഗ് എന്ന സെക്ഷനിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും USDT വിൽക്കുന്നതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാണാം. അതുപോലെ ഇവിടെ ഇൻവിറ്റേഷൻ റാങ്കിംഗ് എന്ന സെക്ഷനിൽ ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാരും റെഫറൽ ചെയ്തതിൻ്റെ റാങ്കിംഗ് ലിസ്റ്റും കാണാം. മാത്രമല്ല ഇവിടെ ബാക്ക് വന്നാൽ ഇൻവിറ്റർ എന്ന ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ റെഫർ ചെയ്തത് ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാണും. ഇവിടെ ഇതിൽ കാണുന്ന ഇൻവൈറ്റ് ക്ലയൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റെഫറൽ ലിങ്ക് കിട്ടും. അതുപോലെ തന്നെ റെഫറൽ കോഡ് കിട്ടും. അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ ആൾക്കാരും ഇത് നമ്മുടെ റെഫറൽ വന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് USDT എത്രയാണ് സെയിൽ ചെയ്യുന്നത് വിൽക്കുന്നത്, അപ്പോൾ അതിൻ്റെ 1% കമ്മീഷൻ പ്രോഫിറ്റ് നമുക്കിതിൽ കിട്ടുന്നതാണ്. അതുമാത്രമല്ല ഈ ആപ്ലിക്കേഷനിൽ താഴെ പ്രൊഫൈൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് തന്നാൽ ഇവിടെ താഴെ കസ്റ്റമർ കെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടെലഗ്രാമിൽ ഡയറക്റ്റ്ലി പേഴ്സണലി ഇവരുടെ കസ്റ്റമർ കെയറുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇനി ഈ ആപ്ലിക്കേഷൻ ലോഗൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലോഗൗട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബിഡൈൻ എന്ന USDT സെല്ലിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്.